ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എണ്ണ ഇടാൻ പോവുകയാണ്. പണ്ടൊക്കെ ലോറിയലിൻ്റെ തന്നെ റൂട്ട് ടച്ചപ്പാണ് ചെയ്തിരുന്നത്. അപ്പോൾ കുറേ നാൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് തലയ്ക്ക് നല്ല തലവേദന ഉണ്ടായി. പിന്നെ തല ഭയങ്കര സെൻസിറ്റീവായിട്ട് തല ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാനതങ്ങ് നിർത്തിയായിരുന്നു. നിർത്തിയിട്ട് പിന്നെ ഞാൻ ഹെന്നയും ഇൻഡിഗോയും ആണ് ഇട്ടത്. അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഹെന്നയും ഇൻഡിഗോ പൗഡറുമാണ്. അവർ പറയുന്ന രീതിക്കനുസരിച്ച് ഇട്ടു. ഇട്ട് കഴിഞ്ഞിട്ട് കുറേ മെനക്കേടാണത്. കാരണം നമ്മൾ ആദ്യം കളർ ചെയ്തുകൊണ്ടിരുന്ന മുടിയിൽ ഹെന്ന പിടിക്കാൻ പാടാണ്. ഹെന്ന പിടിക്കുന്ന മുടി ഹെന്നയാണ് നമ്മൾ പണ്ട് തൊട്ടേ ഇടണമെങ്കിൽ അത് കളർ പിടിക്കാൻ പാടാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ കുറേ നാൾ ഞാനത് കോൺസെൻട്രേറ്റ് ഉപയോഗിച്ചിട്ട് കളറെല്ലാം പിടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നാൾ കളർ ചെയ്യണ്ട, ഹെന്ന ചെയ്യണ്ട, കളറും ചെയ്യണ്ട. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നാൾ ഇനി ഒന്നും ചെയ്യണ്ട, നല്ല ഗ്രേ ഹെയർ ആയിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് കുഞ്ഞിലേ നരച്ചതാണ്. 3 വയസ്സുള്ളപ്പം എനിക്ക് നര വന്ന് തുടങ്ങിയാണ്. അപ്പോൾ അന്നൊക്കെ അമ്മ ഏതൊക്കെയോ, അന്നൊന്നും ഒന്നും അറിയില്ലല്ലോ, അപ്പം ഏതൊക്കെയോ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവർ ഒരു TP ജോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ടത്. TP ജോൺ എന്ന് പറഞ്ഞൊരു ഡോക്ടറിൻ്റെ അടുത്ത് അമ്മ കൊണ്ടുപോയിട്ട് എന്തോ മരുന്നെന്തോ പുരട്ടാനും എന്തോ കഴിക്കാനും ഒക്കെ തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ അന്ന് കുറഞ്ഞു. പിന്നെ എനിക്ക് ഒന്ന് ടീനേജൊക്കെ ആയപ്പോൾ വീണ്ടും എനിക്ക് വന്നു നര നല്ലതായിട്ട്. ഇത്രയും ഈ നരയൊന്നുമല്ല, കുറച്ച് നരയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഹെന്ന തന്നെ. ഞാൻ ചെറുപ്പകാലം മുഴുവൻ ഞാൻ ഹെന്നയാണ് ഉപയോഗിച്ചത്. പാർലറിൽ പോയി ഹെന്ന ഇടുമായിരുന്നു മാസത്തിലൊരു പ്രാവശ്യം. അപ്പോൾ അതങ്ങ് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ മുടി കൊഴിച്ചിലും അങ്ങനെയൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ ഹെന്ന കുറേ നാൾ കഴിഞ്ഞ് കുറേ പ്രായമൊക്കെ അപ്പം നരയൊക്കെ ഒത്തിരി കൂടിയപ്പം ഞാൻ റൂട്ട് ടച്ചപ്പിലോട്ട് പോയി. ആദ്യം ഈ ലോക്കലായിട്ടുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധനങ്ങളാണ് വാങ്ങിച്ച് തേച്ചത്. തനിയെ തന്നെയാണ്. പിന്നെ ഞാൻ പ്രൊഫഷണലായിട്ടുള്ള റൂട്ട് ടച്ചപ്പ് ചെയ്യാൻ തുടങ്ങി. ലോറിയലിൻ്റെ തന്നെ 20 വോളിയം വെച്ചുള്ള അത് തന്നെയാണ് ഞാൻ ചെയ്തത്. അതെനിക്ക് തനിയെ ചെയ്യാൻ അറിയാമായിരുന്നു. കാരണം ഞാനതൊക്കെ ആ കോഴ്സൊക്കെ നന്നായിട്ട് പഠിച്ചായിരുന്നു. അപ്പം ഞാൻ തനിയെ തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് കുറച്ച് സെൻസിറ്റീവ് ആകും പോലെ തോന്നി. നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മുടെ സ്കിൻ നിൽക്കണമെന്നില്ലല്ലോ. അപ്പോൾ സെൻസിറ്റീവ് ആകുമ്പോൾ തലവേദന തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് നിർത്താം. പിന്നെ മുഖത്തൊക്കെ ഇവിടെയൊക്കെ കറുപ്പ് നന്നായിട്ട് വന്നായിരുന്നു. ഈ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കറുപ്പൊക്കെ അടിക്കും മുഖത്തൊക്കെ. അങ്ങനെ വന്നു. എനിക്ക് ഇവിടെ ഒത്തിരി കറുപ്പുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം മാഞ്ഞതാണ്. ഞാനത് പലതും ഇട്ടൊക്കെ അങ്ങ് പോയതാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഹെന്ന ഇൻഡിഗോയും ചെയ്യാം. അങ്ങനെ ഹെന്ന ഇൻഡിഗോയൊക്കെ ചെയ്തു. നന്നായിട്ട് വന്നു. പക്ഷേ കളർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മുടി ഒത്തിരി പൊഴിച്ചിലുണ്ടായിരുന്നു. നന്നായിട്ട് മുടി പൊഴിയുമായിരുന്നു. എനിക്ക് ഇവിടെയൊക്കെ ഒത്തിരി മുടി അങ്ങ് പോയി. പിന്നെ ഞാൻ ഹെന്നയും ഇൻഡിഗോയും തുടങ്ങിയപ്പോൾ എനിക്ക് മുടിയെല്ലാം തിരികെ വന്നു. അതിനുശേഷം ഞാൻ പിന്നെ കളർ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഏകദേശം ഒരു 2-3 മാസമായെന്ന് തോന്നുന്നു ഹെന്ന ഇൻഡിഗോയും ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മാമ-എർത്തിൻ്റെ നാച്ചുറൽ ഹെന്ന പേസ്റ്റ് ഇത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊരു പാക്കറ്റ് വാങ്ങിച്ചൊന്ന് ഇട്ട് നോക്കാം. അത് എനിക്ക് എഫക്റ്റീവായിട്ട് വരികയാണെങ്കിൽ ഞാനിത് കോൺസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഇതിന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് റിസൾട്ട് കാണാനിരിക്കുന്നത്. ഓക്കെ, അവർ പറയുന്ന മുടിയിലും തലയിലും ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാൻ, എന്നിട്ട് 1-2 മണിക്കൂർ ഇട്ടേക്കണം, എന്നിട്ട് കഴുകി കളയണം. എന്നിട്ട് അവരുടെ തന്നെ മാമ-എർത്തിൻ്റെ ഹെന്ന ഹെയർ ഓയിൽ ആൻഡ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ, ഹെന്ന ഹെയർ ഓയിലും ഉണ്ട്, ഷാംപൂ ആൻഡ് കണ്ടീഷണറും ഉണ്ട്. അത് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം അതും കൂടെ ഇട്ട് ഞാൻ എല്ലാം ഇട്ടിട്ട് ഞാൻ കാണിച്ചാൽ ഇത് എത്രത്തോളം ഈ ഗ്രേ ഹെയർ കവർ ആവും എന്നുള്ളത്. അത് കഴിഞ്ഞേ നമുക്ക് പറയാൻ പറ്റും. കാരണം എനിക്കും അറിയില്ല ഇതെങ്ങനെയാണെന്ന്. ഒരു പ്രാവശ്യം പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ റെഫ്രിജറേറ്ററിൽ വെക്കണം. 30 ദിവസത്തിനകം അത് ഉപയോഗിച്ച് തീർക്കണമെന്നുമാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ച ബ്ലാക്ക് കളറല്ല, ഡാർക്ക് കോഫി ബ്രൗൺ ആ കളറാണ് ഞാൻ വാങ്ങിയത്. ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് 200 grams ആണ്. 200 grams-ന് ഇത് 249 rupees-ആണ് ഇത് എഴുതിയിരിക്കുന്നത്. നൈക്കയിലും ആമസോണിലൊക്കെ എനിക്കൊന്ന് ഓഫ് ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ വാങ്ങുന്നെങ്കിൽ വാങ്ങിക്കാം. നോക്കാം നമുക്കിത് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്നൊന്ന് യൂസ് ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആപ്ലിക്കേഷനും കൂടെ കാണിച്ചു തരാം. കാണാമോ? ഇത് ഇച്ചിരി ഒന്ന് കുറച്ച് ലിക്വിഡായിട്ടാണ് ഇരിക്കുന്നത് കൺസിസ്റ്റൻസി. പക്ഷെ നന്നായിട്ട് അപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളെ ഹെയർ നല്ലോണം വാഷ് ചെയ്യണം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നല്ലോണം ഷാംപൂ കണ്ടീഷണറൊക്കെ ഇട്ട് കുളിച്ചായിരുന്നു. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു 2-3 ദിവസം നമ്മൾ കുളിക്കാതെയൊക്കെയാണ് ഇത് ഉപയോഗിക്കണമെങ്കിൽ കളർ നേരെ പിടിക്കത്തില്ല, നമ്മുടെ മുടിയിൽ പിടിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ലോണം ഷാംപൂ ചെയ്തതിന് ശേഷം ഹെന്ന ഇടുക.
കൺസിസ്റ്റൻസി കണ്ടോ? ആദ്യം ഞാൻ ഹെയർ നമ്മൾ ഇവിടെ നിന്ന് പാർട്ടീഷൻ എടുക്കണേ. ഇവിടെ നിന്ന് പാർട്ടീഷൻ എടുത്തിട്ട് ഈ ചെവിയുടെ ഇതുവരെ ഞാൻ കൊണ്ടുവന്നു. ആദ്യം നമുക്ക് ഫ്രണ്ട് സൈഡ് വേണം നന്നായിട്ട് ഹെന്ന ചെയ്യാനായിട്ട്. ഫ്രണ്ട് സൈഡും മേൽഭാഗം. നമ്മളെപ്പോഴും ഹെന്ന ഇടുന്നതിന് മുന്നേ നമ്മൾ കയ്യിലൊരു ഗ്ലൗസ് കൊടുക്കുക. ഇതുപോലൊരു കട്ടിങ് ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സിലൊന്നും ആകത്തില്ല. ഇനി ഇതിൽ തന്നെ ആയാലും നമുക്കത് കഴുകിയെടുക്കാം. നമ്മൾ നല്ല ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കളറൊന്നും പോകത്തില്ലല്ലോ. ഇതുപോലൊരു കട്ടിങ് ഷീറ്റ് വാങ്ങിച്ച് വയ്ക്കുക, ഗ്ലൗസ് വാങ്ങിച്ച് വയ്ക്കുക, നമുക്ക് ഇടാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഭാഗം കവർ ചെയ്യുക, പിന്നെ ഈ എൻസും കവർ ചെയ്യുക. കാരണം അത് കൂടുതൽ നേരം അപ്പം ഇരിക്കുമ്പം ഇവിടെ കൂടുതൽ കളർ നന്നായിട്ട് പിടിക്കും. ഓക്കെ, ഇതിൻ്റെ മുന്നിൽ ഇരുന്ന് അടിക്കാനായിട്ടൊരു സൗകര്യക്കുറവുണ്ട്, നോക്കാം. കൂടുതലും നമ്മൾ മേൽഭാഗത്ത് കൂടുതലായിട്ട് നന്നായിട്ട് എടുക്കുക. കാരണം എപ്പോഴും അവിടെയാണല്ലോ ഇഷ്ടംപോലെ നര കൂടുതലുള്ള. ഇടയ്ക്കിടയ്ക്ക് മുഖത്തൊക്കെ ആളുന്നതൊക്കെ തുടച്ച് കളഞ്ഞ് ആരെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് തരാനുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. പക്ഷെ തനിയെ ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ നന്നായിട്ട് തന്നെ ചെയ്യണം. എല്ലാ വശത്തും ഞാൻ ഇട്ടതിന് ശേഷം കാണിച്ചു തരാം. കംപ്ലീറ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ മുടിയിലൊന്നും ഇടാനായിട്ട് അത് തികഞ്ഞില്ല. ആ ഒരു പാക്കറ്റ് ഓൺലി തലയിൽ മാത്രം ഇടാൻ തികഞ്ഞിട്ടുണ്ട്. അത് തന്നെയും കഷ്ടിയാണ് തികഞ്ഞത്. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ കംപ്ലീറ്റ്ലി കവർ ആക്കിയിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ കവർ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. ഓക്കെ, അത് ആ ഒരു ബൗള് നമുക്ക് മുടിയിലൊന്നും തികയത്തില്ല. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഷവർ ക്യാപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് കവർ ചെയ്യണം. എനിക്കിപ്പോൾ ഷവർ ക്യാപ്പൊന്നുമില്ല, ഞാൻ ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്ന് കവർ ചെയ്യും. കവർ ലൂസ് ആണെങ്കിൽ നമുക്ക് ബാക്കിൽ കവർ പിടിച്ചിങ്ങനെ ചുരുട്ടിയിട്ട് റബ്ബർ ബാൻഡും ഇട്ട് വെച്ചാൽ മതി. ഇനി അതൊരു 2 hours ഇങ്ങനെ ഇരിക്കണം. ചിലർക്ക് ഇങ്ങനെ ഒത്തിരി നേരമൊക്കെ വെക്കുന്നവർക്ക് തലവേദനയൊക്കെ വരാനുണ്ട്, പനി വരാറുണ്ട്. അങ്ങനെയുള്ളവരൊന്നും എന്നാ ചെയ്യേണ്ട. കളറിങ് ചെയ്ത് 15-20 മിനിറ്റ്സിനൊക്കെ പെട്ടെന്ന് കളർ ചെയ്യുന്ന കളറൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെയുള്ളത് ഉപയോഗിച്ചാൽ ഇല്ല. നമുക്ക് ഹെന്ന ഇട്ടാൽ ഒരു പ്രശ്നമില്ല. ഒരു 2 മണിക്കൂറൊക്കെ നമുക്ക് തലയ്ക്ക് നല്ലൊരു കൂളിങ്ങും കൊടുക്കും. ഇത് ചെയ്യാൻ ഇഷ്ടമാണെന്നുള്ളവർക്ക് ഇത് കൊടുക്കാം. അപ്പം ഇത് ഈ കട്ടിങ് ഷീറ്റ് ഇട്ടത് കാരണം എൻ്റെ ഡ്രസ്സിനൊന്നും ആയില്ല. അതേസമയം കട്ടിങ് ഷീറ്റിലൊക്കെ കുറേയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വാഷ് ചെയ്താൽ മതി, കറുപ്പാണല്ലോ. വാഷ് ചെയ്തിട്ട് ഇനി ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചിറങ്ങിയിട്ട്, അതായത് ഹെയർ വാഷ് ഒക്കെ ചെയ്തിട്ട് വന്ന് കാണിക്കാം. എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിയില്ല, നമുക്ക് കാണാം. ഓക്കെ, മാമഅർത്ത് കമ്പനിക്കാർ പറയുന്ന പോലെ 2 മണിക്കൂർ കഴിഞ്ഞു. 2 മണിക്കൂറല്ല, ഞാൻ ഏകദേശം 2.25 മണിക്കൂർ കഴിഞ്ഞു.
ഞാൻ വാഷ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കളറ് ഇതാണ്. ഓക്കെ, അല്ലാതെ ഗ്രേ ഹെയർ കംപ്ലീറ്റ് കവറേജ് ആയില്ല. ഈ കളറാണ്, ഗോൾഡൻ കളറാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഇനി നാളെ അവർ പറയുന്ന അനുസരിച്ച് അവരുടെ എണ്ണയും അവരുടെ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇട്ട് കഴുകാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നാളെ ഞാൻ ഇന്നിപ്പോൾ ഷാമ്പൂവും കണ്ടീഷണറും ഒന്നും ചെയ്തില്ല. അപ്പം നാളെ ഞാൻ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ചെയ്തിട്ട് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നില്ല ഇനി ഇത് കറക്കുമൊന്നും, ഇനി കറക്കത്തില്ല. അപ്പം ഞാൻ ഇനി ഒന്നും കൂടെ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്ത്, ഇൻഡിഗോ പൗഡർ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് നല്ല ഡാർക്കാണ്. എൻ്റെ ഈ താഴത്തെ ഹെയറിൻ്റെ അതേ കളർ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത് ഇനി കറക്കാൻ പോകുന്നില്ല. കാരണം ഞാനിത് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗ്രേ ഹെയർ ഉള്ളവരെല്ലാം ഇൻഡിഗോയും ഹെന്നയും രണ്ടും ചെയ്തേ പറ്റും, നമ്മുടെ ഏജിലൊക്കെ ഉള്ളവർ. അല്ല, ഇപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ കുറച്ച് നരയൊക്കെ ഉള്ളവർക്ക് ഇത് കുഴപ്പമില്ല, ഇടയ്ക്കൊരു ബ്രൗൺ ആയിട്ട് അങ്ങിരുന്നു. പക്ഷെ നമ്മളെപ്പോലെ പ്രായമുള്ളവർക്ക്, എന്നെപ്പോലെ ഒരുപാട് നരയ്ക്കുന്നവർക്ക് ഇത് പറ്റത്തില്ല, എന്തായാലും പറ്റത്തില്ല. അപ്പോൾ അതുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നത് ചെയ്യുന്നത്. അവർ പറയുന്നത് അനുസരിച്ച് കോഫി ബ്രൗൺ എന്നാണ്. ശരിക്കും കോഫി ബ്രൗൺ പോലും അല്ല, ഇതൊരു ഗോൾഡൻ യെലോയിഷ് ഗോൾഡൻ കളറേ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇനി ഇതേപോലെ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാം. എല്ലാവരും ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പിടികിട്ടുമല്ലോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പോൾ അബദ്ധം പറ്റാതിരിക്കുമല്ലോ, അതുകൂടെ കൊണ്ടാണ്. ഇന്നലെ ഞാൻ മാമാർത്തിൻ്റെ ഹെന്ന എടുത്തിട്ട് അത് കറന്നിട്ടൊന്നും ഇല്ല, അവർ പറഞ്ഞത് എനിക്കത് ഇല്ല. ഇന്ന് ഞാൻ എൻ്റെ നെക്സ്റ്റ് ഡേ ഇന്ന് ഞാൻ കുറച്ച് ഇൻഡിഗോ പൗഡറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അതാണ് ഞാൻ രാവിലെ എടുത്ത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചു. ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഈ കളറായി, കാണാം, ഈ കളറായി. ഇനി ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കളർ എങ്ങനെയാണ്. ഓക്കെ, അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ. ഓക്കെ, മാക്സിമം ബാത്റൂമിൽ നിന്ന് വേണം ഇടാൻ. കാരണം വെച്ചാൽ റൂമിലെല്ലാം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് അത് ക്ലീൻ ചെയ്യാനായിട്ട്. ഞാൻ സാധാരണ ബാത്റൂമിൽ നിന്ന് തന്നെയാണ് ഇടുന്നത്. ഓക്കെ, അപ്പം ആദ്യം ഞാൻ ഫ്രണ്ട് സൈഡാണ് അപ്ലൈ ചെയ്യുന്നത്. കൈവച്ചും കൂടെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. കൈവച്ചാൽ കുറച്ചുകൂടെ എളുപ്പം. കംപ്ലീറ്റ്ലി ഒരുവിധം ഞാനെല്ലാം അപ്ലൈ ചെയ്തു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ ഞാൻ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ഒരു കവർ കൊണ്ട് എൻ്റെ ഹെയർ ഒന്ന് കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നേട്ടു ആവും. അല്ലെങ്കിൽ ഇത് ആക്റ്റീവായിട്ട് അത് പ്രവർത്തിക്കണമെങ്കിൽ, കളർ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കവർ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു കവർ, എൻ്റെ ഷവർ ക്യാപ്പോ അങ്ങനെ ഒന്നുമില്ല, ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് ഞാനത് കവർ ചെയ്തിട്ട് ഒരു 45 മിനിറ്റ്സ് ആയിരുന്നു വാഷ് ചെയ്തിട്ട് നമുക്ക് കാണാം എത്രത്തോളം കളർ പിടിച്ചു എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇൻഡിഗോ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് വേണം നമ്മൾ ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ലൈറ്റായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിരിക്കും ആ സമയത്ത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് കണ്ടീഷണർ ഹെയറിൽ മാത്രം ഇടാം. അപ്പൊ അത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോളാം. ഞാൻ പക്ഷേ ഷാമ്പൂ ഇട്ട് കഴുകി, കാരണം ഇല്ലെങ്കിൽ എനിക്ക് തലയ്ക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ്. അപ്പം ഇതിപ്പോൾ ഡാർക്ക് ബ്രൗൺ ആയി. ഇനി ഒരാഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി നല്ല കാപ്പി. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതാണ്
ഹെന്നയും ഇൻഡിഗോ ഇടുന്ന ഫ്രൂട്ടി. ഹെന്ന ഞാൻ സാധാരണ ആമസോണിൽ നിന്നാണ് വാങ്ങുന്നത്. പക്ഷേ ഇപ്പം മാമ എർത്തിൻ്റെ ഹെന്ന വാങ്ങി ഒന്ന് പരീക്ഷണം ചെയ്ത് നോക്കിയാണ്. അതിന് കളർ കിട്ടുമെങ്കിൽ പിന്നെ ഇൻഡിഗോ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല. ഓക്കെ, ഫ്ലോപ്പായി. അപ്പോൾ ഇൻഡിഗോയും കൂടെ ഇട്ടിട്ട് വാഷ് ചെയ്തു. ഓക്കെ, ബൈ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് അപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ, ഇത് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ഇത് ചെയ്താൽ മതിയാവും. മറ്റേ കെമിക്കലായിട്ടുള്ള ഹെയർ ഡൈസ് ഒക്കെ ഇടുമ്പോഴേ ഭയങ്കരമായിട്ട് വല്ലാതെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഹെന്നയിലോട്ടും ഇൻഡിഗോയിലോട്ടും ഞാൻ പോയത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.